സ്ട്രിംഗ് ഓഫ് ട്രഡീഷൻ രാജസ്ഥാനി കഠ്പുത്ലി. ഇവിടുന്ന് 2 പേര് രാജസ്ഥാനിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അവര് തിരിച്ചു വന്നപ്പോൾ ഗിഫ്റ്റായിട്ട് തന്നതാണ് ഈ സാധനങ്ങൾ. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടാണെന്ന് അറിയുകയും ചെയ്യാം. അപ്പോൾ പിന്നെ എനിക്ക് ഗിഫ്റ്റായിട്ട് ഇതൊക്കെ തന്നെയല്ലേ തരേണ്ടത്. പണ്ട്, അതായത് പണ്ടാര പണ്ട് ഒരു 10, 13 വർഷം മുന്നേ ഞങ്ങൾ ജയ്പൂര് പോയപ്പോൾ വാങ്ങിച്ച പപ്പറ്റ്സ് ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. രാജസ്ഥാൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, റോയൽ കളേഴ്സ് ആൻഡ് റസ്റ്റിക് ചാം. ഓഫ്! ഒന്നും തന്നെ പറയാനില്ല. രാത്രി മുഴുവൻ ആലോചിച്ചതിന് ശേഷമാണ് എനിക്കിത് എവിടെ ഹാങ് ചെയ്തിടുന്നുള്ള ഒരു ഐഡിയ തന്നെ കിട്ടിയത്. ഞാൻ ഈ വീടിൻ്റെ അകത്ത് പല സ്ഥലത്തും ഇത് ഹാങ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും അവിടെ സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഇതുമായിട്ട് അങ്ങ് സിങ്ക് ആവുന്നുണ്ടായിരുന്നില്ല എന്ന് വേണേൽ പറയാം. അവസാനം ഞാൻ തീരുമാനിച്ചു ഇത് ബാൽക്കണിയിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ബാൽക്കണിയിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഗ്രീനിഷ് കളറൊക്കെ ആയിട്ട് ഇത് നന്നായിട്ടങ്ങ് സെറ്റായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിവിടെ തന്നെ അങ്ങ് ഹാങ് ചെയ്തിടാന്ന്. അങ്ങനെയാണ് ഈ ഒരു ബാൽക്കണീൻ്റെ കോർണറിൽ ഇത് സെറ്റാക്കാൻ തീരുമാനമായത്. മണി പ്ലാന്റിൻ്റെ ആ ഒരു സ്ട്രിങ്ങൊക്കെ അതിൻ്റെ കൂടെ മുകളിൽ കൂടെ പോയപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വാൾ ഹാങ്ങിങ്സ് കൂടുതലൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. പാസേജിൻ്റെ എൻട്രി വാളിൽ തന്നെ അത് ഹാങ് ചെയ്തിടാന്ന് ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തന്നെ അവിടെ പ്ലേസ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ ഹാങ് ചെയ്തിട്ടാൽ മാത്രം പോരല്ലോ, കൊണ്ടുവന്നവർക്ക് താങ്ക്സ് കൂടെ പറയണ്ടേ. അപ്പോൾ താങ്ക്സ് ടു ഐഷു ആൻഡ് ശ്രീര ഗിഫ്റ്റിംഗ് മീ എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് രാജസ്ഥാൻ.